പാകിസ്ഥാന്റെ അതിർത്തി കടന്നുള്ള പ്രകോപനപരമായ ആക്രമണങ്ങളിൽ ഇന്ത്യക്ക് കരുത്തായി ഇസ്രായേൽ നിർമ്മിത ഡ്രോണുകൾ. ആക്രമണത്തിൽ ഡ്രോണുകൾ നിർണായക പങ്ക് വഹിച്ചു എന്ന് മാത്രമല്ല, ഇസ്രായേലുമായുള്ള ഇന്ത്യയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന സഖ്യത്തിന്റെ സൂചന കൂടിയാണിത്. ആക്രമണത്തിൽ ഹാരോക്ക്, ഹെറോൺ മാർക്ക് 2 എന്നീ ഡ്രോണുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡ്രോണുകൾ പോലുള്ള നൂതന സംവിധാനങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയിലേക്കുള്ള ഇസ്രായേലിന്റെ ആയുധ കയറ്റുമതി കച്ചവടമാണെന്ന് തോന്നാമെങ്കിലും അവയ്ക്ക് വ്യക്തമായ രാഷ്ട്രീയവും തന്ത്രപരമായ പ്രാധാന്യവുമുണ്ടെന്ന് ജെറുസലേം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജി ആൻഡ് സെക്യൂരിറ്റിയിലെ സീനിയർ ഫെലോയും ഇന്ത്യ മിഡിൽ ഈസ്റ്റ് ബന്ധങ്ങളിൽ വിദഗ്ധനുമായ ഡോക്ടർ ഓഷ്രിത് ബിർബാദ്കർ ഇസ്രായേൽ മാധ്യമത്തോട് പറഞ്ഞു. ഇസ്രായേലിന്റെ കാഴ്ചപ്പാടിൽ ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട വിപണി മാത്രമല്ല, തീവ്രവാദം, അതിർത്തി സുരക്ഷ, ഇസ്ലാമിക തീവ്രവാദം എന്നിവയെക്കുറിച്ചുള്ള പൊതുവായ ആശങ്കകൾ പങ്കിടുന്ന ഒരു തന്ത്രപരമായ പങ്കാളി കൂടിയാണ്. തീവ്രമായ ഭീഷണികൾക്കെതിരായ വിശാലമായ പോരാട്ടത്തിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും സഹകരിക്കുന്നുവെന്നും ബിർബാദ്കർ കൂട്ടിച്ചേർത്തു. 1990-കൾ മുതൽ ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ സമഗ്രമായ സാമ്പത്തിക, സൈനിക, രാഷ്ട്രീയ ബന്ധമുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനിടയിൽ ഇസ്രായേൽ ഒരു പ്രധാന ഇന്ത്യൻ സഖ്യകക്ഷിയായി മാറിയതോടെ ഈ സഹകരണം ക്രമേണ വർദ്ധിക്കുകയായിരുന്നു. 1971-ലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലും 1999-ലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലും ഇസ്രായേൽ ഇന്ത്യക്ക് ആയുധങ്ങൾ, വെടിക്കോപ്പുകൾ, രഹസ്യാന്വേഷണ വിവരങ്ങൾ എന്നിവ നൽകുകയുണ്ടായി. 1992-ൽ ഇന്ത്യ ടെൽ അവീവിൽ എംബസി തുറന്നതും ഇസ്രായേൽ ന്യൂഡൽഹിയിൽ ഒരു എംബസി തുറന്നതും വഴി പൂർണ്ണ നയതന്ത്ര ബന്ധങ്ങൾക്ക് വഴി തുറക്കുകയായിരുന്നു. 2022-ലെ കണക്കനുസരിച്ച് സൈനിക ഉപകരണ വിൽപ്പനയിൽ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ക്ലയന്റാണ് ഇന്ത്യ. റഷ്യയ്ക്ക് ശേഷം ഇന്ത്യയുടെ രണ്ടാമത്തെ വലിയ സൈനിക ഉപകരണ വിതരണക്കാരാണ് ഇസ്രായേൽ. ഇസ്രായേലിന്റെ എല്ലാ ആയുധ കയറ്റുമതിയുടെയും ഏകദേശം 42.1% ഇന്ത്യയാണ് സ്വീകരിക്കുന്നത്. 1999-ലെ കാർഗിൽ സംഘർഷത്തിനും 2010-നും ഇടയിൽ ഇസ്രായേലിൽ നിന്നുള്ള പ്രതിരോധ വാങ്ങലുകൾക്കായി ഇന്ത്യ $9 ബില്യൺ ചെലവഴിച്ചത്. 2022 ആയപ്പോഴേക്കും ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത എണ്ണയ്ക്കും വജ്രത്തിനുമായി ഇസ്രായേൽ $3.2 ബില്യൺ ചെലവഴിച്ചത്. ഇന്ത്യ ഇസ്രായേൽ ബന്ധം സംയുക്ത സൈനിക പരിശീലനത്തിലേക്കും വിവിധ തീവ്രവാദ ഗ്രൂപ്പുകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണ പങ്കിടലുകളിലേക്കും വ്യാപിച്ചു. 2001-ലെ ഗുജറാത്ത് ഭൂകമ്പത്തിൽ ഇസ്രായേൽ ഇന്ത്യക്ക് മാനുഷിക സഹായം നൽകുകയുണ്ടായി. 2023-ലെ ഹമാസ് നേതൃത്വത്തിലുള്ള ഇസ്രായേലിനെതിരായ ആക്രമണത്തിന് ശേഷം ഇന്ത്യ ഇസ്രായേലിന് കാര്യമായ സൈനിക സഹായം നൽകുന്നുണ്ടെന്ന റിപ്പോർട്ടുകളുമുണ്ട്. ഹെർമിസ് 900 ഡ്രോണുകൾ നൽകുന്നതാണ് പിന്തുണയുടെ ഒരു പ്രധാന മേഖല. ഇന്ത്യയുടെയും ഇസ്രായേലിന്റെയും ഭീകരവിരുദ്ധ നിലപാടുകൾ പരസ്പരം യോജിച്ചു പോകുന്നതാണ്. നിലവിലെ ഇന്ത്യ പാക് സംഘർഷത്തിലും ഇന്ത്യക്ക് ശക്തമായ പിന്തുണയുമായി ഇസ്രായേൽ രംഗത്തുണ്ട്.